ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൂ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഇസ്ലാം പൂർത്തിയായാലും മുഹമ്മദിയത്ത് പൂർത്തിയാവുകയില്ല. മുഹമ്മദിയത്തിനെ ഒരാൾക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല. ഇസ്ലാം പൂർത്തിയായി. ഇസ്ലാമിൻ എന്നാൽ മതവിധികളാണ്, അത് പൂർത്തിയായി. എന്നാൽ മുഹമ്മദിയത്ത് പൂർത്തിയാവില്ല. ആ ആയത്തിന്റെ പ്രത്യേകത എന്താ? അത് സിറുൽ ഖുർആൻ, ഖുർആന്റെ രഹസ്യമാണ് ഈ ആയത്ത്. പരീക്ഷാ ഹാളിലേക്ക് കയറുന്ന വിദ്യാർത്ഥി ഇത് 3 വട്ടം ഓതിയാൽ പഠിച്ചത് എഴുതാൻ പ്രയാസം ഉണ്ടാവില്ല. ഏത് പ്രയാസം ഉണ്ടെങ്കിലും ഫർദ് നിസ്കാരം കഴിഞ്ഞിട്ട് ഒറ്റ ഓതിയാൽ മതി, വഴിഞ്ഞിടും. അലം നശ്റഹ്, അങ്ങയുടെ നെഞ്ചിനെ ഞാൻ തുറന്നു തന്നില്ലേ, എന്ത് ഉൾക്കൊള്ളാൻ. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. ഈ ലോക ചരിത്രത്തിലുണ്ടോ ഒരു മനുഷ്യൻ ഉപയോഗിച്ച ചെരുപ്പിനെ പറ്റി ചർച്ച ചെയ്യാം? എത്ര ഇമാം സുയൂത്തിയുടെ കിതാബിന്റെ പേരാണ് ഖാദിമുൻ നിഅൽ ഷരീഫ. ഇമാം തൊറാബൽസിയുടെ കിതാബാണ് റൗളത്തുസ് സഫാ ഫീ വസ്ഫി നിആലിൽ മുസ്തഫ. ഇമാം തൊറാബൽസിയുടെ കിതാബാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ചെരുപ്പിനെ പറ്റി ചർച്ച ചെയ്യാൻ. യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബാണ് മിസാലു നിആലിൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അസാക്കിറിന്റെ കിതാബാണ് സിഫത്തു നിആലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്മദ് അൽ മുഖരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബാണ് ഫതുഹുൽ മുതആൽ ഫീ വസ്ഫി നിആൽ. ഒരു മനുഷ്യൻ ഉപയോഗിച്ച ചെരുപ്പിനെ പറ്റിയുള്ള കിതാബുകളാണ്. എത്ര നിങ്ങൾ ചിന്തിക്കുക. എന്തുകൊണ്ട് അല്ലാഹുവിന് മാനവ സമൂഹത്തിന് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് മുഹമ്മദ് മുസ്തഫയാണ്. ഇസ്ലാം പൂർത്തീകരിച്ചിട്ടും മുഹമ്മദ് അവസാനിച്ചില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഈ ആയത്ത് ഹജ്ജത്തുൽ വദാഇൽ ഇറങ്ങി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 63ാമത്തെ വയസ്സിലെ ഹജ്ജ് ചെയ്യുന്ന ഹജ്ജത്തുൽ വദാഇൽ മക്കയിൽ ഇറങ്ങിയ അഥവാ അറഫയിൽ ഇറങ്ങിയ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഈ മതം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു. അപ്പോൾ സ്വഹാബികൾ എല്ലാവരും ഉറപ്പിച്ചു, ഇനി ആയത്ത് വരൂല, കഴിഞ്ഞു, ആയത്ത് കഴിഞ്ഞു, ഇസ്ലാം പൂർത്തിയായല്ലോ. ഇത് ദുൽഹജ്ജ് 9 63ാമത്തെ വയസ്സിലെ ദുൽഹജ്ജ് 9 ഈ ആയത്ത്. മുഹറം 10 പൊട്ടിച്ചിട്ട് ആയത്ത് പുറത്തിയായി. ഏതാ? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൂ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഇസ്ലാം പൂർത്തിയായാലും മുഹമ്മദിയത്ത് പൂർത്തിയാവുകയില്ല. മുഹമ്മദിയത്തിനെ ഒരാൾക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല. ഇസ്ലാം പൂർത്തിയായി. ഇസ്ലാമിൻ എന്നാൽ മതവിധികളാണ്, അത് പൂർത്തിയായി. എന്നാൽ മുഹമ്മദിയത്ത് പൂർത്തിയാവില്ല. ആ ആയത്തിന്റെ പ്രത്യേകത എന്താ? അത് സിറുൽ ഖുർആൻ, ഖുർആന്റെ രഹസ്യമാണ് ഈ ആയത്ത്. ഒരു മുതൽ കൊണ്ട് ഒരു സ്ഥലത്ത് നോക്കുമ്പോൾ ഒരു വട്ടം തോന്നണം ഈ ആയത്ത്, എങ്കിൽ ഫലാ യുസ്റഖു, ആ മുതൽ മോഷ്ടിക്കപ്പെടുകയില്ല. അത് രാവിലെ ഈ ആയത്ത് ഒരാൾ 7 വട്ടം ഓതിയാൽ അന്ന് മഗ്രിബ് വരെ സിഹ്റേൽക്കുകയില്ല. മഗ്രിബിന് അല്ലെങ്കിൽ അസറിന് ശേഷം 7 വട്ടം ഓതിയാൽ അടുത്ത സുബഹി വരെ സിഹ്റോ കണ്ണേറോ ഏൽക്കൂല. ഏതായത്? ഇസ്ലാം പൂർത്തീകരിച്ച് വന്ന പിന്നെ ശേഷം വന്ന ആയത്ത. ശ്രദ്ധിക്കട്ടെ, എഴുതി വെക്കണേ, ശ്രദ്ധിക്കണേ. ഒരു ഉപകാരത്തിന് വേണ്ടി പറയാണ്. ഇന്ന് സുബഹിക്ക് മുമ്പ് 7 ആയത്ത് ഓതിയ ആളുകളുണ്ടെങ്കിൽ കൈപ്പൊക്കാം. അത് ഓതിയിട്ട് സുബഹിന്റെ ഭാഗം കൊടുത്താൽ അത് ഓതിയിരിക്കണം, അല്ലെങ്കിൽ തഹജ്ജുദിന് എണീറ്റാൽ ഓതിയിരിക്കണം. എന്തേ? ആ പകൽ അവസാനിക്കുന്നവരെ സിഹ്റേൽക്കൂല, കണ്ണേറേൽക്കൂല, ഒരു ശൈത്താനും ഒന്നും ചെയ്യാൻ കഴിയില്ല. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. മങ്കൂസ് മൗലിദിന്റെ 1ാമത്തെ ഹദീസിൽ ഈ ആയത്തുണ്ട്.
എന്തിനാണത്? മഹാന്മാരിൽ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്തിനാണ്? ചിലപ്പോൾ ഒരൊറ്റ ഒന്നാമത്തെ ഹദീസിൽ ആയത്ത് കൊടുത്തു. എന്റെ ആയത്തിൽ ഇജാബത്തുണ്ട്, ആയത്ത് ഓതി ദുആ ചെയ്താൽ ഉത്തരം കിട്ടും. അപ്പോൾ ഒരു ഹദീസ് ഓതിയിട്ട് പോകുന്നവർക്കും ഉത്തരം കിട്ടാതിരിക്കേണ്ട. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي ربي جل الله അള്ളാഹുവിൻ്റെ റസൂൽ ദുഃഖിച്ചിരിക്കുന്നു. വഹി മുടങ്ങിപ്പോയപ്പോൾ അപ്പോൾ നബിയെ ചിരിപ്പിക്കാൻ വേണ്ടി സൂറത്ത് ഇറങ്ങിയിട്ടുണ്ട്. ആ സൂറത്ത് മഗ്‌രിബിന് നേരത്തെ വീട്ടിൽ ഓതിയാൽ ആ വീട്ടിൽ ആ രാത്രി മോഷ്ടാവ് പ്രവേശിക്കൂല. ഒരു കാരണത്താലും ആ വീട്ടുകാർ ദുഃഖിക്കേണ്ടി വരില്ല ആ രാത്രി. ഏതാ സൂറത്ത്? വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى كيركي ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. ഇതൊരു വീട്ടിൽ ഒരു സ്ഥാപനത്തിൽ 7 വട്ടം മഗ്‌രിബിന്റെ നേരത്തെ ഓടിയാൽ, മഗ്‌രിബ് നിസ്കരിച്ചു കഴിഞ്ഞാൽ 7 വട്ടം ഓടിയാൽ മോഷ്ടാവിന് ആ രാത്രി ആ വീട്ടുകാരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു ദുഃഖവും ആ വീട്ടുകാർക്ക് ഉണ്ടാവില്ല. എന്താ അതിന്റെ തൊട്ടടുത്തായത്? തൊട്ടടുത്ത സൂറത്ത് ഏതാ? അലം നശ്റഹ്. നബിയുടെ നെഞ്ചിന്റെ വലിപ്പത്തരം പറയുന്ന സൂറത്താണ്. പരീക്ഷാ ഹാളിലേക്ക് കയറുന്ന ഒരു വിദ്യാർത്ഥി ഇത് 3 വട്ടം ഓതിയാൽ പഠിച്ചത് എഴുതാൻ പ്രയാസം ഉണ്ടാവില്ല. ഏത് പ്രയാസം ഉണ്ടെങ്കിലും ഫർദ് നിസ്കാരം കഴിഞ്ഞിട്ട് ഒറ്റ ഓതിയാൽ മതി, വഴിഞ്ഞിടും. അലം നശ്റഹ് ലക, അങ്ങയുടെ നെഞ്ചിനെ ഞാൻ തുറന്നു തന്നില്ലേ, എന്തുൾക്കൊള്ളാൻ. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. എന്ത് പ്രശ്നം ഉണ്ടാവും ആ സൂറത്ത് ഓതിയാൽ മതി, പ്രശ്നം അഴിഞ്ഞിടും. പരീക്ഷ പേടിയുള്ള എല്ലാവരോടും കുട്ടികളോട് ഞാൻ സാധാരണ ഉപദേശിക്കാറുണ്ട്. പരീക്ഷ ഹാളിലേക്ക് കയറും 3 വട്ടം പഠിച്ചത് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. മനസ്സിലായോ പറഞ്ഞത്? ചിന്തിക്ക്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ, അള്ളാഹു നാഫിയായ ഇൽമിനെ തരട്ടെ, അള്ളാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. സിഹ്ർ ഏൽക്കൂല. വേറൊരു സൂറത്ത് മുസ്തഫ നബി വരുന്നുണ്ട് വരുന്നതിന് സന്തോഷമായിട്ട് ആനക്കൂട്ടത്തെ, ആനയുടെ പട്ടാളത്തെ അള്ളാഹു തആല നശിപ്പിച്ചു. ألم بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. ഈ സൂറത്ത് ദായിമായി ഓടുന്ന ആളുകൾക്ക് സിഹ്ർ ബാധിക്കുകയില്ല. 169 വട്ടം ദിവസം ഓതിയാൽ ഏത് സിഹറും ബാത്തിലാവും. കുറച്ച് സോദനം സിഹർ ബാത്തിലാവും. എന്താ താഴെ സൂറത്ത്? ആ സൂറത്ത് 103 വട്ടം ഒരു വീട്ടിൽ ഓതിയാൽ ആ വീട്ടിൽ അത് ഓതുന്ന കാലം അത്രയും ദാരിദ്ര്യം ഉണ്ടാവില്ല. ഇലാഫി ഖുറൈശ് ഇലാഫിഹിം റിഹ്ലത്തശ് ശിതാഇ വസ്സൈഫ് فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. എൻ്റെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് ഭക്ഷണം കൊടുത്ത വിഷയമാണ് ഇതിൽ പറയുന്നത്. അത് നിങ്ങൾക്ക് ഓതിയാൽ നിങ്ങൾക്ക് ഭക്ഷണത്തിന് മുട്ടുണ്ടാവില്ല. 103 തവണ അടുക്കളയിൽ ഓടിയാൽ ആ വീട്ടിൽ അത് ഓതുന്ന കാലത്തോളം അടുക്കളയിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒന്നും കൂടി ഓട്. എത്ര വട്ടം ഏതോ ഒരാൾ ഓടിയാൽ മതി, ഏതെങ്കിലും ഒരാൾ 103 വട്ടം.
رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. വീട്ടിൽ ഓടിയാൽ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്. നബിക്ക് സമൃദ്ധി ഉണ്ടാകും എന്ന് പറഞ്ഞ ഒരു സുഹൃത്തുണ്ട്. നബിക്ക് സമൃദ്ധി, ദുനിയാവിൻ്റെ സമൃദ്ധി, നബിക്ക് വേണ്ട മക്കളെ സമൃദ്ധി. ഈ കൂട്ടത്തിൽ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ അഹ്ലു ബൈത്തുണ്ട്. അത് പറഞ്ഞ ഒരു സൂറത്തുണ്ട്. ആ സൂറത്ത് ഒരാൾ 100 തവണ ഒരു ദിവസം ഓതിയാൽ ദരിദ്രം ഉണ്ടാവില്ല. ഏതാ സൂറത്ത്? ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ബിസ്മിയോട് കൂടട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഒരു കച്ചവടത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ ആ കച്ചവട സ്ഥാനത്തെത്തുന്നതിന് മുമ്പ് 100 തവണ ഓതിയാൽ ആ കച്ചവടത്തിൽ നഷ്ടം ഉണ്ടാവില്ല. ഇദാ നസൽത ഫീ സാഹത്തി ഖൗമിൻ, ഒരു നാട്ടുകാർക്കിടയിൽ നീ ഇറങ്ങാൻ ഉദ്ദേശിച്ചാൽ ഫഖ്റഇൽ കൗസറ 100 മറ, 100 വട്ടമെങ്കിലും കൗസർ സൂറത്ത് ഓതിയാൽ ആ നാട്ടുകാരിൽ നിന്ന് നിനക്ക് മാനഹാനിയോ നഷ്ടമോ വരില്ല. ഞാൻ ഏത് നാട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങുകയാണെങ്കിലും 100 വട്ടം കൗസർ ഓതും. എവിടെ ഫ്ലൈറ്റ് നിർത്തിയാലും ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്താൽ ഞാൻ ആദ്യം ചെയ്യുന്ന പണി കൗസർ സൂറത്ത് 100 വട്ടം ഓതും. അവിടുന്ന് മാനഹാനി ഉണ്ടാവില്ല, അവിടുന്ന് നഷ്ടം ഉണ്ടാവില്ല, അവിടുന്ന് നമ്മൾ കുടുങ്ങൂല. ഒരാൾ മൂത്രിക്കാൻ പോയപ്പോൾ നമ്മൾ ഇത്തിരി ബാഗ് തന്നു, ഒരു കിറ്റ് തന്നു, നോക്കട്ടെ ആറും, പിന്നെ പോലീസ് പിടിക്കായത് നോക്കുമ്പോൾ അതിൽ ബ്രൗൺ ഷുഗർ ആയിരിക്കും, ചതിക്കപ്പെട്ടു, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതൊന്നും ഇങ്ങനെ ഉണ്ടാവില്ല, കുരുത്തക്കെട് പറ്റൂല. മനസ്സിലായില്ല? ഒരു ദുഃഖം അനുഭവം ആ നാട്ടിൽ നിന്ന് നിനക്കുണ്ടാവില്ല. ആ നാട്ടിൽ ഇറങ്ങിയാൽ ഉടനെ എന്ത് ചെയ്യുക? 100 വട്ടം കൗസർ ഓതുക. എന്തേ? അത് മുസ്തഫ റസൂലുള്ളാഹിക്ക് സമൃദ്ധിയുണ്ട് എന്ന് പറഞ്ഞ സൂറത്താ. ഇന്നാ അഅ്തൈനാകൽ കൗസർ, അങ്ങേക്ക് നാം സമൃദ്ധി നൽകിയിട്ടുണ്ടല്ലോ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ ചിന്തിക്കേ, മുഹമ്മദ് മുസ്തഫ വദക്കിറുഹും ബിഅയ്യാമില്ലാഹ് അനഖ്രിജ ഖൗമക മിനൽ മുൽമാതി ഇലൻ നൂർ. ജനങ്ങളെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തേക്ക് കൊണ്ടുവരണം. അതിനെന്താണ് ചെയ്യുക? എങ്ങനെയാണ് പഠിച്ചോനെ? മുസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിനോട് ചോദിച്ചു, റബ്ബേ എനിക്കതിന് വഴി അറിയില്ല, എങ്ങനെ ഇപ്പൊ ഞാൻ ആ വെളിച്ചത്തിൽ കൊണ്ടുവരല്? ഞാൻ ജനങ്ങളെ ഇരുട്ടുന്നത് എങ്ങനെ നബി പഠിച്ചോനെ വെളിച്ചത്തിൽ കൊണ്ടുവരിക? അപ്പോൾ എൻ്റെ നിഅമത്തുകൾ അവർക്ക് ഓർമ്മപ്പെടുത്തി കൊടുത്താൽ അവർ എന്ത് ചെയ്യും? അവർ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോരും. ഈ ആയത്തിറങ്ങിയപ്പം, ഈ സന്ദേശം കിട്ടിയപ്പോൾ, ഈ സന്ദേശം വഹി കിട്ടിയപ്പോൾ മൂസാ നബി ചോദിച്ചു, എനിക്ക് ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തേക്ക് കൊണ്ടുവരാനുള്ള വഴി അറിയില്ല. അപ്പോൾ പറഞ്ഞു, എന്റെ നിഅമത്ത് ഓർമ്മപ്പെടുത്തി കൊടുത്താൽ മതി, അവർ വേഗം ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരും. ഒരു കാര്യം ഉറപ്പാ, മുസ്ലിം സമുദായം ഇന്ന് വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് ഓടുകയാണ്. എന്തുകൊണ്ട്? മുഹമ്മദിനെ മറന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് വിഷയം. മുഹമ്മദ് മുസ്തഫാനെ മറന്നു. ഏത് കാലത്ത് നമ്മളെ കയ്യിൽ ഒന്നുമില്ല. നാവില് സ്വലാത്ത് വെക്കൂല. നാവിൽ ഒരു സെക്കൻഡ് സ്വലാത്ത് വെക്കാത്ത ഒരു മനുഷ്യൻ ഇന്ദിരാഗാന്ധിയുടെ ചേംബറിലേക്ക് കയറി ചെന്നപ്പോൾ ഇന്ദിരാഗാന്ധി എണീറ്റുന്നു. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി. എന്ത്? ആ മനുഷ്യന് ഒന്നും അറിയില്ല, ഒരു സാധാരണ മനുഷ്യൻ. ബാഫഖി തങ്ങൾ ഒരു സാധാരണ ആളാണ്, ഒരു അരിക്കച്ചവടക്കാരനാണ്. അവനെ അറിയപ്പെട്ട ഒരു ദർസ് നടത്തിയ ആളല്ല, ഒന്നുമല്ല. മനസ്സിലായില്ലേ? ഒരറിയപ്പെട്ട ആര്യമല്ല. കുറച്ച് ദർസി കിതാബുകൾ ഓതിയിട്ടുണ്ട്, അത്യാവശ്യം മലയാളം എഴുതാനും വായിക്കാനും പഠിച്ചിട്ടുണ്ട്. പിന്നെ ബർമയിലേക്ക് കച്ചവടത്തിന് പോയി. പിന്നെ തിരിച്ചു വന്നിട്ട് കോഴിക്കോട്ട് വലിയ അങ്ങാടിയിൽ അരിക്കച്ചവടം തുടങ്ങി. ഇതന്നെ ബാഫഖി തങ്ങൾ. ഈ അരിക്കച്ചവടം സാധാരണ കോഴിക്കോട്ട് അരിക്കച്ചവടക്കാരൻ കയറി ചെന്നപ്പോൾ മോത്തിലാലിന്റെ പേരക്കുട്ടിയായ പൗത്രിയായ ഇന്ദിരാഗാന്ധി ജവഹർലാലിന്റെ മുടിച്ചൂടാമന്നയായ മകൾ എണീറ്റുന്നു. എന്റെ ആ മനുഷ്യന് മുന്നിൽ ഇരിക്കാൻ പറ്റില്ല. എന്താ പണി? സദാസമയവും എണിയണ്ട. സ്വലാത്ത് വെച്ച ഒരു സമയമല്ല.
പിന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. തിരിച്ചിറങ്ങിപ്പോന്നപ്പോൾ ഇന്ദിരാഗാന്ധി കൂടെ വന്നിട്ട് കാറിന്റെ ഡോർ തുറന്നു. ഇന്ദിരാഗാന്ധി അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ PA പറഞ്ഞു, പ്രോട്ടോകോൾ, പ്രൈം മിനിസ്റ്റർ പ്രോട്ടോകോൾ ലംഘിച്ചു. മനസ്സിലായില്ല. ഒരു സാധാരണ പ്രജയുടെ കാറിന്റെ ഡോർ തുറക്കുക ആര്? പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി. ആരാ പ്രധാനമന്ത്രി? മോത്തിലാലിന്റെ പേരെക്കുട്ടി. ആരാ മോത്തിലാൽ? ബ്രിട്ടീഷ് വൈസ്രോയിയോട് ഇന്ത്യ നിങ്ങൾ അളന്ന് കണക്കാക്കിയിട്ട് അതിന്റെ പൈസ ഞാൻ തരാം, നിങ്ങൾ ഇന്ത്യ വിൽക്കുമോ, എന്നാലെങ്കിലും നിങ്ങൾ ഇവിടുന്ന് പോകുമോ എന്ന് ചോദിച്ചാൽ അതാണ് മോത്തിലാൽ. അത്ര വലിയ മുതലാളിയാണ്. മോത്തിലാലിന്റെ ഗാർഡൻ നശിപ്പിച്ചു ഒരിക്കൽ ബ്രിട്ടീഷ് പട്ടാളം. അന്ന് രാത്രി വൈസ്രോയിയെ വിരുന്നിനെ ക്ഷണിച്ചു കാശ്മീരിൽ. അവർക്ക് കാശ്മീരി പണ്ഡിറ്റുകളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് മോത്തിലാൽ. അപ്പോൾ വൈസ്രോയി വന്നു. വിരുന്നിന് വന്നപ്പോൾ വൈസ്രോയിയെയും മോത്തിലാലും കൂടെ അടുത്തടുത്ത കസേരകളിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ തണുപ്പല്ലേ, കാശ്മീറല്ലേ. അപ്പോൾ പിന്നെ ഒരു ഞെരിപ്പോട് കൊണ്ടുവരാൻ വേണ്ടി ഭൃത്യന്മാരോട് കൽപ്പിച്ചു. ഞെരിപ്പോട് കൊണ്ടുവന്ന് തീയുണ്ടാക്കിയതിന് ശേഷം തീ കത്തിക്കാൻ വേണ്ടി അലമാര കൊണ്ടുവരാൻ പറഞ്ഞു മോത്തിലാൽ. അലമാര കൊണ്ടുവന്നപ്പോൾ ഓരോ നോട്ടിനെ കെട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതിൽ ഇങ്ങനെ ഇടും. ആര്? മോത്തിലാൽ. തീ കായാൻ, വൈസ്രോയിക്കും മോത്തിലാലിനും കൂടി തീ കായാൻ വേണ്ടി നോട്ടിനെ കെട്ട് ഇങ്ങനെ ഇട്ടു. ഗാർഡൻ നശിപ്പിച്ച എനിക്കൊരു ചുക്കുമല്ല എന്ന് കാണിച്ചു കൊടുക്കുക. അതാണ് മോത്തിലാൽ. ആ മോത്തിലാലിന്റെ പേരെ കുട്ടിയാണ് ഇന്ദിരാഗാന്ധി. ആ ഇന്ദിരാഗാന്ധിയാണ് ഒരു മനുഷ്യന്റെ കാറിന്റെ ഡോർ തുറന്നിടത്ത് എന്റെ ബിസ്വലാത്തി അലൻ നബിയിൽ മുസ്തഫ. അവിടുന്ന് നമ്മൾ പുറകോട്ട് പോയി. ബാഫക്ക നിങ്ങൾക്ക് നടക്കാത്ത ഒരു കാര്യമല്ല. അന്ന് 2 MLA 3 MLA നമുക്ക് നടക്കണ ഒരു കാര്യമല്ല. ബാഫക്ക തങ്ങൾ MLA-കാരെ കൊണ്ടല്ല നേടിയത്, MLA-മാർ ബാഫക്ക തങ്ങളെ കൊണ്ടാണ് നേടിയത്. എന്തുകൊണ്ട്? 1 സെക്കൻഡ് സ്വലാത്ത് മുടങ്ങൂല, 1 സെക്കൻഡ് മുടങ്ങൂല. على النبي صلى الله حق لا إله إلا الله 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 അതുകൊണ്ട് വഹാബികൾ പറഞ്ഞ കളവിനെ തിരിച്ചറിയാം. മുസ്ലിമീങ്ങൾക്ക് 2 വിശേഷ ദിവസമല്ല ഉള്ളത്. അള്ളാഹുവിൻ്റെ നിഅമത്ത് ഇറങ്ങിയത് മുഴുവനും വിശേഷ ദിവസം. ഓക്കെ, അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങിയ വിശേഷ ദിവസം, അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങിയ ദിവസമോ അള്ളാഹുവിന്റെ അദാബിനെ ഭയപ്പെടണം, ക്ഷമിച്ചു നിൽക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്നാൽ അള്ളാഹുവിന്റെ നിഅമത്ത് ഇറങ്ങിയ ദിവസമോ നന്ദി ചെയ്യണം. അള്ളാഹുവിന്റെ നന്ദി എന്താ? അള്ളാഹു ചെയ്ത നിഅമത്തിനെ വാഴ്ത്തുക, അള്ളാഹു ചെയ്ത നിഅമത്തിനെ എടുത്തു പറയുക. അള്ളാഹു നിഅമത്ത് ചെയ്താൽ എടുത്തു പറയണം. ഏത് നിഅമത്താ മുഹമ്മദ് മുസ്തഫയേക്കാൾ? അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ റബീഉൽ അവ്വൽ വരുന്നതിന് മുമ്പ് തന്നെ ഒരുങ്ങ. റബീഉൽ അവ്വൽ വരുന്നുണ്ട് എന്നിട്ടോ അതിന്റെ വലുപ്പത്തരം എങ്ങനെ പറയാ? ഇത് അള്ളാന്റെ വലുപ്പത്തരാണ്. ഭാവികൾ പറഞ്ഞത് 2 ദിവസമേ ഉള്ളൂ, ചെറിയൊരു നാളും വലിയൊരു നാളും. അള്ളാഹ്ക്ക് 2 ദിവസമല്ല. അതൊക്കെ നിന്റെ തടിയാണ് ഡോ. ഇത് റൂഹാണ്, റൂഹിന്റെ ബാപ്പയാണ് മുഹമ്മദ്. തടി ഹജ്ജ് ചെയ്തപ്പോൾ വലിയൊരു നാള്, തടി നോമ്പോറ്റപ്പോൾ ചെറിയൊരു നാള്, അത്രയേ ഉള്ളൂ. ഇത് തടിയല്ല. തടി എന്ന് പറഞ്ഞാൽ മണ്ണ് പോണ സാധന. മറ്റത് റൂഹാണ്, റൂഹിന്റെ ബാപ്പയാണ് മുഹമ്മദ്. ഡയറക്റ്റ് വരിക ചെയ്യുക. മുഹമ്മദിയ നിഅമത്ത് നേരെ റൂഹിലേക്ക് വരിക. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇത് കയറിയാലോ മുഹമ്മദിയ നിഅമത്ത് കയറിയാൽ നന്നാവും. നോമ്പറ്റാലോ നന്നാവൂല. നന്നാവും, എൻ്റെ കൊളസ്ട്രോളൊക്കെ കുറയും. അല്ല, നിങ്ങളെ ആയുസിൽ നോമ്പൊക്കെ നോറ്റോരല്ലേ നിങ്ങളൊക്കെ, ഞാനും. എന്നിട്ട് നന്നായത് ശഅബാൻ മാസത്തിലുണ്ടായിരുന്ന കുത്തിത്തിരിപ്പ് അതിന്റെ 2 ഇരട്ടി റമളാൻ ചൊവ്വാലിലുണ്ടാവും. എന്തുകൊണ്ട്? അള്ള പൊറുത്ത് തന്നല്ലോ. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയാലല്ലേ അടുത്ത എന്തെങ്കിലും അള്ളാഹ്ക്ക് പൊറുക്കാൻ പറ്റുള്ളൂ. തടിക്ക് ഡയറക്റ്റ് ആയ പെരുന്നാളാണത്. ഇത് റൂഹ. മുഹമ്മദ് കയറിയാൽ കുത്തിത്തിരിപ്പ് ഉണ്ടാവില്ല, ഫിത്ന ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായോ പറഞ്ഞത്? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം. ശുദ്ധീകരിക്കും മുഹമ്മദ് മുസ്തഫ. ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ ഹബീബായ നബിയെ കൊല്ലാൻ വേണ്ടി കഅബാലയത്തിന്റെ ആ സിത്താറിന്റെ ഉള്ളിൽ മറിഞ്ഞു. 1 വട്ടം 2 വട്ടം 3 വട്ടം 7ാമത്തെ വട്ടം തവാഫിന് വന്നപ്പോൾ, തൗഫത്തിന് 7ാമത്തെ തൗഫത്തിന് വന്നപ്പോൾ അയാൾ 2 കൽപ്പിച്ചു. ഇപ്പോൾ കുത്തിയിട്ടില്ലെങ്കിൽ പിന്നെ അവസരം നഷ്ടപ്പെടും. ഫുലാലാണ് അയാളുടെ പേര്.
അയാൾ രണ്ടു കൽപ്പിച്ച് കത്തി കൊണ്ട് മുന്നേറ്റ് ചാടി അള്ളാന്റെ ഹബീബിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കയ്യിന്ന് വാള് വീണുപോയി. ഹബീബാ നബി അടുത്തേക്ക് വന്നു. അയാൾ നേരെ റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വീണു. അപ്പൊ റസൂലുള്ളാഹി അയാളെ പിടിച്ചു നിർത്തി. ആരും കണ്ടിട്ടില്ല, പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ, ഇത്തക്കില്ല, പഠിച്ചോനെ പിടിച്ചു, എന്നെ പേടിക്കണ്ട. അപ്പോൾ അയാൾ പറഞ്ഞു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക റസൂലുള്ളാഹ്. എന്നാ ഈ സംഭവം മക്ക ഫതഹ് കഴിഞ്ഞിട്ട് നബിയെ കൊല്ലണം എന്ന് വിചാരിച്ചാണ് ഒരാളുണ്ടായിരുന്നു. മക്ക ഫതഹ് കഴിഞ്ഞതിന് ശേഷം ഇസ്ലാമിൻ്റെതായി മക്ക. പക്ഷെ ചില കള്ളന്മാരുണ്ടായിരുന്നു റസൂലുള്ളാഹിനെ വകവരുത്തണം. അതിൽപ്പെട്ട ആളാണ് ഫുദാല. അയാൾ ഒരു രാത്രി വെളുപ്പം കാലത്ത് റസൂലുള്ളാഹി ഒറ്റക്ക് തവാഫിന് വരും. അപ്പൊ കുത്താൻ വേണ്ടി കാത്തുനിന്നു. കത്തി വീണു. പിന്നെ നിർവാണ്ടായില്ല. നബി പിടിച്ചു നിർത്തി പൊയ്ക്കോന്ന് പറഞ്ഞു. അപ്പോഴായ ഷഹാദത്ത് കലിമയില്ലേ, പൊയ്ക്കോ. ഇവിടെ 3 അടി കൊടുത്തു. അയാൾ എണീറ്റോടി, കരഞ്ഞുകൊണ്ട് ഓടി. ഈ മനുഷ്യനെ ഞാൻ കുത്തേണ്ടി വന്നല്ലോ. കരഞ്ഞുകൊണ്ട് ഓടുന്നതിനിടയിൽ മക്കയിൽ ഒരു വേശ്യപ്പെണ്ണുണ്ടായിരുന്നു. അജ്ഞാന കാലഘട്ടത്തിൽ മക്കയിൽ വേശ്യാവൃത്തി നിത്യമായിരുന്നു. അപ്പോൾ ഇസ്ലാമിലേക്ക് മക്ക വന്ന ആദ്യ ദിവസങ്ങളാ, എല്ലാം ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. ഒരു വേശ്യപ്പെണ്ണുണ്ടായിരുന്നു. നേരം വെളുക്കാൻ കാലത്ത് മെല്ലെ ആരും കാണാതെ ഒരു പറ്റുകാരനെ നോക്കി ഇറങ്ങി നടന്നതാ, ആരെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി ഈ വേശ്യ. അപ്പോഴാണ് ഓടുക ഫുദാല. അപ്പോൾ ഫുദാലയെ പെണ്ണ് തടഞ്ഞു. ഫുദാല, നന്നായി നന്നായി, ഇന്നെനിക്കൊരാളെ കിട്ടിയില്ല. സാധാരണ ഈ പെണ്ണിന്റെ അടുത്ത് പോകുന്ന ആളായിരുന്നു ഫുദാല. ഫുദാലയെ കണ്ടപ്പോൾ ഈ വേശ്യപ്പെണ്ണിന് സന്തോഷമായി. ഇങ്ങോട്ട് വാ, ഹരുമ ഇലയ്യ, ഇങ്ങോട്ട് വാ, എനിക്കൊന്നൊരാളെ കിട്ടിയില്ല. അപ്പോൾ ഫുദാല പറഞ്ഞു അസ്ലഹനി റബ്ബി അസ്ലഹകില്ലാഹ്, എന്റെ റബ്ബിനെ നന്നാക്കി, ഇനി വരൂല. മദ്രസയിൽ പോയോ? മദ്രസയിൽ പോയാൽ ഈ അവസ്ഥ ഉണ്ടാവോ? അതുമില്ല. എന്തേ? ആ കൈ കൊണ്ട് അട്ടി കൊടുത്തു. തഖല, അട്ടിമുടി മാറി, അട്ടിമുടി മാറി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഒറ്റടി നെഞ്ചിലേക്ക്. നന്നാക് നന്നാക്. ഫുദാല പറഞ്ഞു അസ്ലഹനി റബ്ബി അസ്ലഹകില്ലാഹ്, എന്നെ റബ്ബ് എന്നെ നന്നാക്കി, നിന്നെ റബ്ബ് നന്നാക്കട്ടെ, ഇനി ഞാൻ വരില്ല, ഞാൻ ഓടാണ്, എന്നെ റബ്ബ് നന്നാക്കി കഴിഞ്ഞു. എന്റെ മുഹമ്മദ് അയ്യു നിഅമത്തിൻ മിൻ മുഹമ്മദ് അയ്യു നിഅമത്തിൻ മിൻ മുഹമ്മദ് അയ്യു നിഅമത്തിൻ മിൻ മുഹമ്മദ് അയ്യു നിഅമത്തിൻ മിൻ മുഹമ്മദ് طلع البدر علينا من ثنيات الوداع وجب شكر علينا مدى لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة رضاعي يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബിയെ കാത്തിരുന്ന് പ്രശംസയുടെ കവിതയുമായി കാത്തിരുന്ന മദീനക്കവരെ പോലെയാണ് നബി വഫാത്തായതിനു ശേഷം ഇന്നേ വരെ വന്ന എല്ലാ മുഅ്മിനീങ്ങളും. നിങ്ങൾ ആ ഒരു സെക്കൻഡ് ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു ജനത അവർ നബിയെ കണ്ടിട്ടില്ല. കണ്ടോ? ഇല്ല. നബിയെ കണ്ടിട്ടില്ല, നബിയെ പരിചയപ്പെട്ടിട്ടില്ല, ഒന്നുമില്ല. പക്ഷേ അവർ മനസ്സിൽ കണക്കൂട്ടി ഇതൊരു ബദറുൽ മുനീർ തന്നെയാ. നബി വന്നിട്ടാണോ, നബിയെ കണ്ടിട്ടാണോ അവർ നബിയെ പ്രശംസിച്ചത്? അല്ല, കണ്ടിട്ടില്ല. നബിയെ അവർ കണ്ടിട്ടില്ല, നബിയുമായി അവർക്ക് പരിചയമില്ല. പക്ഷെ അവർ അല്ലാഹുവിന്റെ അളീമായ ഖൽഖാണ് മുഹമ്മദ് എന്നവർക്കറിയാം. അവർ നബിയുമായി പരിചയമുള്ളവരുമല്ല. അല്ലാഹുവിന്റെ സൃഷ്ടികളിലെ ഏറ്റവും മഹാനാണ് ഈ വരുന്നത് എന്നവർ കണക്കുകൂട്ടി. എന്നിട്ട് അവർ കവിതയുണ്ടാക്കി. ആ നബിയെ കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ടാക്കിയ കവിതയല്ല. കോടി സുന്നികൾ ലോക ചരിത്രത്തിൽ കടന്നുപോയി അവർ നബിയെ പറ്റി പാടിയത് കണ്ണിൽ കണ്ടതുപോലെയാണ്
എന്നാൽ അവർ നബിയെ കണ്ടിട്ടില്ല. ഏതുപോലെ? മദീനയിൽ കാത്തുനിന്ന അൻസാരികളെ പോലെ. അൻസാരികൾ നബിയെ കണ്ടിട്ടില്ല. ലോകത്തിന് വരെ വന്ന മാതിരികളായ സുന്നികളും നബിയെ കണ്ടിട്ടില്ല. പക്ഷേ ആ കണ്ട ആ പാട്ടുണ്ടാക്കി ആരെങ്കിലും നബിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഞങ്ങൾക്ക് ശുക്ർ ചെയ്യൽ നിർബന്ധമാണ്. ഏതാ ശുക്ർ? ഈ പാട്ട് ആയത്തിൽ എന്താ പറഞ്ഞത്? ഇന്ന ഫീ ദാലിക ലികുല്ലി ആയാതിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ. നിഅമത്ത് കണ്ടു കഴിഞ്ഞാൽ, നിഅമത്തിനെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നന്ദിയുള്ളവർക്ക് പാഠമുണ്ട്. അവരെന്ത് ചെയ്യും? നന്ദിയും. ശരി, ബെയ്ത്തിലേക്ക് വാ. നബിയുടെ മുന്നിൽ ചെന്ന ബെയ്ത്ത് അത് ഹദീസാണല്ലോ, നിരാശയും ഹദീസാ. ഞങ്ങൾക്ക് ശുക്ർ. എന്താ ശുക്ർ? നബിയെ പ്രശംസിച്ച് ബെയ്ത്തിൽ നബിയെ പറ്റി പറയല്. നബി പറയാ ഈമാൻ നബി പറയലാണ്. ഒരാൾ ഈമാൻ ഉണ്ടെങ്കിൽ നബി പറയും, ഒരാൾ ഈമാൻ ഇല്ലെങ്കിൽ അയാൾക്ക് മടിയായിരിക്കും. റബീഉൽ അവ്വൽ 12 റബീഉൽ അവ്വൽ 5 കൊല്ലം കൊറോണക്കാലം. ഒരാൾ നാളെ റബീഉൽ അവ്വലാണ് എന്ന് അയാൾ എന്തോ ഒരു കാര്യത്തിന് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ പ്രതികരിച്ചു. ഇവിടെ അടുത്തുള്ള ഈ പാഴൂരിൻ പരിസരത്തുള്ള ഒരു വ്യക്തി, പേര് പറയൂല. അപ്പോൾ അയാൾ എനിക്ക് മെസ്സേജ് അയച്ചു. അത് ഖുർആൻ കൊണ്ടുവന്ന ഒരാളാണ്. ആ ആൾ ഖുർആൻ തന്നു പോയി. പിന്നെ അയാൾ ജനിച്ച ദിവസം ഇത് മാസം ഇത് നോക്കേണ്ട ആവശ്യം മുസ്ലിങ്ങൾക്കില്ല. ഇവിടെ ഒറ്റ കേശ പറഞ്ഞുതരും, പുറത്ത് പറയില്ല. ഞാൻ ആ നിമിഷം അയാളെ മൊബൈൽ നമ്പർ കട്ട് ചെയ്തു, ബന്ദ് ചെയ്തു. ഇന്ന് വരെ പിന്നെ വിളിച്ചിട്ടില്ല, അങ്ങോട്ടുമില്ല. കാരണം അയാൾ ജമാഅത്ത് ഇസ്ലാമിക്കാരനാണ്. അയാൾ മനസ്സിലാക്കി മുഹമ്മദ് നബി അത്രയേ ഉള്ളൂ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അയാൾ കൊടിയത്തൂർക്കാരനായ ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരനാണ്. ഞാൻ എൻ്റെ ചെവി മുളച്ചിട്ട് അങ്ങനെ ഒരു മനുഷ്യൻ പറയുമെന്ന് വിചാരിച്ചിട്ടില്ല. ആ ഖുർആൻ കൊണ്ടുവന്ന ഒരാളല്ലേ. അയാൾ ഖുർആൻ തന്നു പോയി. പിന്നെ അയാൾ എവിടെ ജനിച്ചു എവിടെ മരിച്ചു നോക്കേണ്ട ബാധ്യത നമുക്കെന്താ? അതൊരു ഹിന്ദു പറയില്ല, അത് ഹിന്ദു പറയില്ല. ഒരു വയസ്സായ മനുഷ്യനെ എന്താ പറയുക, ഒരു വയസ്സായ മനുഷ്യനെ പിന്നെ ഫറോക്ക് നമ്മളെ ക്ലാസ്സിന് വന്നിരുന്നു, ഇസ്ലാമിക് സെൻട്രൽ ക്ലാസ് നടന്നിരുന്നു. അയാൾ ഡയാലിസിസിനോ അപ്പോൾ ഈ കിറ്റൊക്കെ പിടിച്ചുകൊണ്ടാണ് വരിക. ഓർമ്മ ഉണ്ടോ ആർക്ക്? അയാളെ എന്താണ് അയാളെ പേര്? ഈ ഫറോക്ക് എന്നാ അയാൾ വരിക. അയാൾ CMന്റെ ഖാദിമായിരുന്നു. അയാളിനോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. CM അയാളോട് പറഞ്ഞത്, നോക്കൂ, ഹിന്ദുക്കൾക്ക് അല്ലാഹു തോബ കൊടുത്തേക്കാം, എന്നാൽ വഹാബി ജമാഅത്ത് ഇസ്ലാമി തോബയില്ല കേട്ടോ. അവർ മുഹമ്മദ് മുസ്തഫാനെ ചെറുതാക്കി, ഹിന്ദുക്കൾ ഒരിക്കലും നബിയെ ചെറുതാക്കിയിട്ടില്ല. ഒരു പക്ഷേ അവർക്ക് തോബ കൊടുത്തേക്കാം, അവർക്ക് തോബയില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ റസൂലിനെ ചെറുതാക്കി. അള്ളാഹു റസൂലിനെ ചെറുതാക്കിയാൽ കഥ കഴിഞ്ഞ് പിന്നെ ഒന്നും കാര്യമില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങൾ അള്ളാഹു റസൂലിൻ്റെ ദിവസം നല്ല വസ്ത്രം അണിയും, നേരത്തെ തന്നെ കുളിക്കും. ഞാൻ ആദ്യത്തെ പ്രസംഗത്തിന് കുളിച്ചു, ഈ പ്രസംഗത്തിന് കുളിച്ചു. എൻ്റെ ഭാര്യ ഹജ്ജിന് പോയപ്പോൾ കൊണ്ടുവന്ന വസ്ത്രമാണ്. അപ്പോൾ അവരെനിക്ക് കുപ്പായിടാൻ വേണ്ടി നിർബന്ധിച്ചപ്പോഴും ഞാൻ മനസ്സിലുണ്ടായിരുന്നു അത് റബീഉൽ അവ്വൽ 12 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി കൊടുക്കുകയാണ്. എന്തുകൊണ്ട്? എല്ലാത്തിൻ്റെയും കാരണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാടാനപ്പള്ളിയിൽ നിന്ന് ഒരാൾ ഇവിടെ വന്നു മിനിഞ്ഞാന്ന്, കഴിഞ്ഞ ഒരാഴ്ച മുമ്പ്. അയാൾ എനിക്കൊരു ഓവർകോട്ട് വിട്ട് വന്നു, പച്ച ഓവർകോട്ട്. നേരം വെളുക്കാങ്ങടുത്ത് ഫജ്റിൻ്റെ മുമ്പ് അള്ളാഹു റസൂലിൻ്റെ മദഹ് ചെല്ലുന്ന ആ വരി പ്രഭാഷണത്തിൽ ഉസ്താദ് ഈ ഓവർകോട്ട് ഇടണമെന്ന് പറഞ്ഞു ഇവിടെ കൊണ്ടുവന്നു. മുഹമ്മദിക്കാണ് അയാളെ പേര്. അയാൾ വാടാനപ്പള്ളിയിൽ നിന്ന് വന്നു ഒരു കോട്ട് തരാൻ വേണ്ടി. എന്തിന്? റബീഉൽ അവ്വൽ 12 പുലർച്ചെയുള്ള പ്രഭാഷണത്തിന് ആ കോട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. മനുഷ്യന്മാർ ഒരുക്കുകയാണ് ആർക്ക് വേണ്ടി? അള്ളാഹുവിനെ
അദാബ് ഇറങ്ങിയ ദിവസം ഓർമ്മപ്പെടുത്തി കൊടുക്കണം. അള്ളാഹുവിന്റെ നിഅമത്ത് ഇറങ്ങിയ ദിവസം ഓർമ്മപ്പെടുത്തി കൊടുക്കണം. അള്ളാഹുവിന്റെ നിഅമത്തിൽ ഏറ്റവും വലിയ നിഅമത്ത് ബദർ യുദ്ധമല്ല. അള്ളാഹുവിന്റെ നിഅമത്തിൽ ഏറ്റവും വലിയ നിഅമത്ത് ഖുർആൻ ഇറങ്ങിയതുമല്ല. ഖുർആൻ കൊണ്ടും ജനങ്ങൾ പിഴക്കുമെന്ന് ഖുർആനിൽ ഉണ്ട്. മുഹമ്മദ് മുസ്തഫയെ കൊണ്ട് ഒരാളും പിഴക്കൂല. ലോകത്തിൽ തെളിവ് കാണിച്ചെന്ന അന്ന് ഈ പണി റാമത്തിൽ നിർത്തും. അള്ളാഹിന്റെ ഏറ്റവും വലിയ നിഅമത്ത് മുഹമ്മദ് മുസ്തഫ. ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഇത് പറയലിരുന്ന ലക്ഷ്യം. ചെറിയൊരു യാസീനോദി ദ്വാ പെട്ടെന്ന് അവസാനിപ്പിക്കുന്ന ദീർഘമായ പരിപാടിയൊന്നുമില്ല. എല്ലാവരും സന്തോഷിച്ചു തിരിച്ചു പോവുക. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അതിനിടയിൽ ചീരണി വിതരണം ചെയ്യാൻ വേണ്ടി ഉണ്ട്. ചീരണി കൊണ്ടു നോക്കുന്നുണ്ടോ? ചീരണി എടുക്കാൻ വേണ്ടി പറഞ്ഞു. കൊടുത്തോ എന്റെ ഇത് ചീരണിയ ഇത് മുട്ടായി കൊടുത്തോ. തീർന്നിട്ടില്ലെങ്കിൽ പീടി പോയിട്ട് ഇനി മുട്ടായി കൊണ്ടുവരേണ്ടി വരും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇതാണ് ഹക്കായ മാർഗം. പോയി വാങ്ങിക്കളി. ഇതിലും വലിയ നിഅമത്ത് എന്താ? നല്ല കുറച്ച് മിഠായി കൂടി വാങ്ങിക്കൊണ്ടിരും. ആരെങ്കിലും പോയിട്ട് കുറച്ച് മിഠായി കൂടി വാങ്ങിക്കൊണ്ടിരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നിഅമത്ത് തുറന്നു കിട്ടുന്ന അടിമകളിൽ നിന്ന് അല്ലാഹു നമ്മളെ പെടുത്തട്ടെ. പേടിക്കണ്ട, ഇത് വലിയൊരു നിഅമത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുക്ക് പൊരുത്തപ്പെട്ട അടിമകളിൽ നമ്മളെ പെടുത്തട്ടെ. അള്ളാഹിന്റെ വിശേഷ ദിവസങ്ങൾ ധാരാളമാണ്. ഖുർആൻ ഇറങ്ങിയാൽ വിശേഷ ദിവസം ലൈലത്തുൽ ഖദ്ർ അള്ളാഹിന്റെ ദിവസമാണ്. എന്തേ ഖുർആൻ ഇറങ്ങി? മുഹമ്മദ് മുസ്തഫ അതിനേക്കാൾ വലിയതാണ്. ആ ഖുർആൻ ഓതിക്കൊടുത്തത് മുഹമ്മദ് മുസ്തഫയാണ്. അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം മുഹമ്മദ് മുസ്തഫയാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിശേഷ ദിവസങ്ങളെ ജനങ്ങളിൽ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. അതിലേറ്റവും വലിയ വിശേഷ ദിവസം സുപ്ര ഇറങ്ങിയതല്ല, മേഘം തണലിട്ടതല്ല, ചന്ദ്രൻ പിളർന്നതല്ല, ചെങ്കടൽ പിളർന്നതല്ല, മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ. അള്ളാഹു തുറന്നു തരട്ടെ. അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ. അള്ളാഹു തുറന്നു തരട്ടെ.